നവരാത്രി ആഘോഷത്തിൻ്റെ തിരക്കിലാണ്. ബൊമ്മക്കോലു എന്ന് പറഞ്ഞാൽ നവരാത്രിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ തിരുവനന്തപുരത്ത് വർഷങ്ങളായി ബൊമ്മക്കോലു വയ്ക്കുന്ന ഒരു വീടുണ്ട്. നമുക്ക് ആ വീട്ടുകാരെയും ആ ബൊമ്മക്കോലു വിശേഷങ്ങളും നമുക്ക് കാണാം. ചേച്ചി, എന്താണ് ഇതിൻ്റെ ഐതിഹ്യം? മെയിനായിട്ട് നമ്മൾ ശിവഭഗവാൻ വന്നിട്ട് ഒരു രാത്രി ശിവരാത്രി, ദേവിക്ക് വന്ന് 9 രാത്രി, അങ്ങനെ അപ്പോൾ അത് നവരാത്രി എന്ന് പറയുന്നത്. അപ്പോൾ 9 ദിവസം നമ്മൾ ഓരോ ദേവിയെ സങ്കല്പിച്ച് 9 ദിവസം ഇങ്ങനെ പൂജ വയ്ക്കുന്നത്. ഓരോരോ എന്താണ് ഈ പഞ്ചപാണ്ഡവർ അങ്ങനെ ഓരോരോ സെറ്റുകൾ നമ്മൾ മേടിച്ച് വെച്ച് അങ്ങനെ പൂജ 9 ദിവസം ദേവിയെ സങ്കല്പിച്ച് കൊലു വയ്ക്കുന്നു. ഇത് കുഞ്ഞാൾ മുതലേ ചെയ്യുന്ന? കുഞ്ഞിലേ തൊട്ട്. ഇത്ര വലുതായിട്ടില്ല, ചെറുതായിട്ട് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിൽ കുറേ ദൈവങ്ങളുടേതുണ്ടല്ലോ, അപ്പം ഇതെന്താണ് ചേച്ചി ഇങ്ങനെ ഓരോ തട്ടില് അതിന്? ഇതിപ്പം 9 നവരാത്രി എന്ന് പറയുമ്പോൾ 9 ദിവസം എന്നാണ് അതിൻ്റെ വരുന്നത്. 9 നവരാത്രി എന്ന് പറയുമ്പോൾ 9 ദിവസമല്ലേ. അപ്പോൾ 9 ദിവസം ഓരോ ദേവിയെ സങ്കല്പിച്ചാണ് ഓരോ ദിവസം വയ്ക്കുന്നത്. അതിന് ഓരോ പടിയിലും ഓരോ ദേവിയാണ് സങ്കല്പിച്ചാണ് വച്ചിരിക്കുന്നത് നരസിംഹങ്ങളിൽ. ഇതിലിപ്പോൾ നോക്കുമ്പം കുറേ തഞ്ചാവൂർ ബൊമ്മയുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറേ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളിലുള്ള നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രതിമകളൊക്കെ. ഇതൊക്കെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത്. അതെ. അപ്പം എവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ഞങ്ങൾ ഈ വീട് വെച്ചിട്ട് ഇപ്പോൾ 17 വർഷമായി. അപ്പം ഇവിടെ കൊണ്ടുവരുന്ന ഒരമ്മ കൊണ്ടുവരുമായിരുന്നു, അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് മുകളിൽ ചെറുതിലെ തൊട്ട് വെക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ ഈ സ്റ്റാൻഡൊക്കെ വെച്ച് ഞങ്ങൾ വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ വെറൈറ്റി കണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ബൊമ്മ വെക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ കാണുമ്പോൾ മേടിച്ചാണ് ഇങ്ങനെ. പിന്നെ ഞങ്ങൾ നാറുകോലിൽ അങ്ങനെ വടീശ്വരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഈ ബൊമ്മയുടെ ഒക്കെ അവിടെ നിന്ന് മേടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കരമന അവിടെയൊക്കെ ഈ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമുണ്ട്, അവിടെയും പോയിട്ട് ഇങ്ങനെ വെറൈറ്റി. പിന്നെ തഞ്ചാവൂർ പോയപ്പോൾ മേടിച്ചു. അപ്പം പോകുമ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ മേടിച്ച് വയ്ക്കും, കളക്ട് ചെയ്ത് വയ്ക്കും. പിന്നെ ഈ സമയമാകുമ്പോഴത്തേക്കും വയ്ക്കും. അങ്ങനെ ഇത് 17 വർഷമായില്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട്? അപ്പം മണ്ണിന്റെ പ്രതിമകളാണ്, അപ്പൊ അതുപോലെ നമ്മൾ സൂക്ഷിക്കണം. ഇത് എങ്ങനെയാണ് ചേച്ചി സൂക്ഷിക്കുന്നത്? ഇത് ഞങ്ങൾ പേപ്പറിൽ കവർ ചെയ്ത് ബോക്സിൽ വെച്ച് സൈഡൊക്കെ ഇങ്ങനെ സെലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ച് അങ്ങനത്തെ പ്രാണിയൊക്കെ കയറി അത് ചീത്തയാവും. ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ എടുക്കുന്നത്. അപ്പം അതുപോലെ ഒട്ടിച്ച് മേളിൽ ഇങ്ങനെ വെച്ചേക്കും. ഇത് ചേച്ചി ഒറ്റയ്ക്കാണോ ചെയ്തത് അതോ? അല്ല, ഞങ്ങൾ ഹസ്ബൻഡും മോളും ഞങ്ങളെല്ലാവരും 3 പേരും കൊണ്ട് ചെയ്തത്. നിരവധി ആളുകളാണ് ഈ മനോഹരമായ കാഴ്ച കാണാൻ ഈ വീട്ടിലോട്ട് എത്തുന്നത്. ഇത് ചില്ലറ പരിപാടിയൊന്നുമല്ല, നല്ല കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ പുറകിൽ. ഒരു ഫാമിലി മൊത്തം എല്ലാവരും കൂടെ ചെയ്തതാണെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ 9 ദിവസവും ഇതേപോലെ തന്നെ ഈ കാഴ്ച തുടരും. ക്യാമറമാൻ വിനോജ് പി സോമനോടൊപ്പം ഹരിത ഹരിദാസ്, കൈരളി ന്യൂസ്.